വിജയുടെ സിനിമ ജനനായകൻ 2026 തമിഴകം വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ TVK വലിയ ഒരു ശക്തിയായി മാറും എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് വിജയ്ക്ക് കിട്ടുന്ന ആരാധക സമൂഹത്തിന്റെ പിന്തുണ, അതുപോലെ ജനപിന്തുണ. ഇത് ഭയന്നുകൊണ്ടാണ് സെൻസർ ബോർഡ് ഈ സിനിമയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ കുറെ ഭാഗങ്ങൾ വെട്ടി മാറ്റാൻ പറഞ്ഞു, അതൊക്കെ വെട്ടിമാറ്റി കൊടുത്തു. എന്നിട്ടും ആ സിനിമ റിലീസ് ചെയ്യാൻ പൊങ്കൽ ഈ ജനുവരി 14 തമിഴ്നാട്ടിൽ പൊങ്കൽ ഉത്സവം. ആ പൊങ്കലിന് മുമ്പ് നാളെ, അതായത് ജനുവരി 9 സിനിമ റിലീസാകുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, ടിക്കറ്റ് പ്രീ ബുക്കിംഗ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നടത്തി, ഫാൻ ഷോകൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം തകർന്നു. വലിയ പ്രതീക്ഷയോടെ വലിയ ആരവത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ആ ഒരു സിനിമയുടെ ഇമേജ് തകർക്കാൻ എന്ത് വന്നാലും സെൻസർ ബോർഡിന് കഴിഞ്ഞു. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസ് നേതാക്കളുണ്ട്, പല രാഷ്ട്രീയ കക്ഷിയിലെ ആളുകളും ഈ നടപടി, സെൻസർ ബോർഡിന്റെ ഈ നടപടി തെറ്റാണെന്ന് വാദിക്കുകയും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തമിഴ്നാട് ഹൈക്കോടതി ജസ്റ്റിസ് ആശ അവർ ഒരു ഉത്തരവിറക്കി. ഈ സിനിമയെ തടയാൻ പറ്റില്ല, ഇത് സെൻസർ ബോർഡിന്റെ അതിരുവിട്ട കളിയാണ് എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുത്തു. UA സർട്ടിഫിക്കറ്റിൽ പ്രദർശിപ്പിക്കാം എന്ന് അനുമതി കൊടുത്തു. അതിനെയാണ് ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത് സെൻസർ ബോർഡ്. സെൻസർ ബോർഡ് ചലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം പാര പണിയുന്നത് പോലെ തന്നെയാണ്. അതായത് അവരുടെ വാദം കേൾക്കണം, അവർക്ക് കൃത്യമായി പറയേണ്ട കാര്യങ്ങളുണ്ട്, അത് കൂടി കേൾക്കണം. കേട്ടിട്ട് ശേഷം ഹൈക്കോടതി ജഡ്ജിക്ക് തീരുമാനിക്കാം എന്ന തരത്തിൽ ഡിവിഷൻ ബെഞ്ചിന് അവര് അപ്പീല് കൊടുത്തിരിക്കുകയാണ്. ആ അപ്പീല് വാദം കേൾക്കുന്നത് ജനുവരി 21. അപ്പോൾ ഏകദേശം പൊങ്കലൊക്കെ കഴിഞ്ഞു പോകും, ഉത്സവ സീസൺ കഴിഞ്ഞ് പോകും. സിനിമയ്ക്ക് പ്രതീക്ഷിച്ചത്ര തിളക്കമോ മാർക്കറ്റിങ്ങോ നടക്കാതെ വരും എന്ന അണിയറ പ്രവർത്തകരുടെ ഭയം യാഥാർത്ഥ്യമായി സംഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സിനിമ റിലീസാകുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് റിലീസാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. റിലീസാകും, പക്ഷെ ഈ പൊങ്കലിന് വിജയുടെ അവസാന ചിത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചിത്രമായ ജനനായകൻ പൊങ്കലിന് എത്തില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.